ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ 90-ാം പിറന്നാളിനോടനുബന്ധിച്ച് ധരംശാലയിൽ ഇന്ന് വിപുലമായ ആഘോഷ ചടങ്ങുകൾ നടക്കും. ദലൈലാമ ഇന്ന് പൊതുജനങ്ങളെ കാണും. 14-ാം ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകളും സജീവമാണ്. ധരംശാലയിൽ നിന്ന് ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ പ്രതിനിധി ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, യഥാർത്ഥത്തിൽ ഈ ധരംശാലയിൽ എത്തിയതിനു ശേഷമുള്ള ഒരു അനുഭവം എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ധരംശാലയിൽ ശക്തമായ മഴ തുടരുകയാണ്. അതേസമയം എസ് കെ എൻ, ഏറെ സന്തോഷകരമായ അല്ലെങ്കിൽ മനസ്സിന് നമുക്ക് കുളിർമ നൽകുന്ന കാര്യം എന്നുള്ളത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെ ഇവിടെ കാണാൻ നമുക്ക് അതിൽ ബുദ്ധമത വിശ്വാസികൾ മാത്രമല്ല മറ്റ് മതങ്ങളിൽ നിന്നുള്ള ദലൈലാമയെ സ്നേഹിക്കുന്ന ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ ആഘോഷങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഒരു തിരക്കിലാണ് ഇപ്പോൾ ഈ ധരംശാലയിലെ മക്ലിയോഡ് ഗഞ്ച് എന്ന പ്രദേശം. ഇവിടെയാണ് ദലൈലാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അല്ലെങ്കിൽ ടിബറ്റൻ ബുദ്ധമതത്തിൻ്റെ ആസ്ഥാനമായി കഴിഞ്ഞ 65 വർഷമായി പ്രവർത്തിക്കുന്നത് ഈ ക്ഷേത്രമാണ്. ഈ ക്ഷേത്ര കവാടത്തിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഇവിടെ വലിയ തിരക്ക് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. 5 മണിയോടെ തന്നെ വിശ്വാസികൾ ഈ ആഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നു. വലിയ ക്യൂ ആരംഭിച്ചിരുന്നു രാവിലെ 5 മണി മുതൽ തന്നെ. ഇത്രത്തോളം ലാമയെ ആളുകൾ സ്നേഹിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ആഘോഷ ചടങ്ങുകൾ. ദലൈലാമയുടെ 90-ാം ജന്മദിനത്തോട് അനുബന്ധിച്ച് ജൂൺ 30 മുതൽ ആരംഭിച്ച ആഘോഷ പരിപാടികളാണ് ഇന്ന് സമാപനമാകുന്നത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജന്മദിനമാണ് ജൂലൈ 6. അതേസമയം ടിബറ്റൻ കലണ്ടർ അനുസരിച്ച് ടിബറ്റൻ കലണ്ടറിലെ 5-ാം മാസത്തിലെ 5-ാം ദിനമാണ് ദലൈലാമയുടെ പിറന്നാൾ ആയി ആഘോഷിക്കുന്നത്. ആ ആഘോഷ പരിപാടികൾ ഇന്നലെ നടന്നിരുന്നു. കേന്ദ്രമന്ത്രി കിരൺ റിജിജു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടെ ആ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. ഇന്നും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇന്നത്തെ ചടങ്ങുകളിൽ പങ്കെടുക്കും. അതിനപ്പുറത്തേക്ക് ഈ ബുദ്ധമത ധാരകളിലെ വ്യത്യസ്ത ധാരകളിൽപ്പെട്ട ആളുകൾ, സന്യാസികൾ ഇവിടെ എത്തിച്ചേരുന്നുണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും. ഒപ്പം തന്നെയാണ് മറ്റ് മതവിശ്വാസികളെയും ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. ഹിന്ദു, ജൈന, ക്രിസ്ത്യൻ മത നേതാക്കളെ ഈ ചടങ്ങിനായി ക്ഷണിച്ചിട്ടുണ്ട് പ്രത്യേക അതിഥികളായി എന്നുള്ളതും ശ്രദ്ധേയമാണ്. ദലൈലാമ തൻ്റെ ജീവിതത്തിൽ പുലർത്തി വന്ന രീതി അനുസരിച്ച് തന്നെ മറ്റ് മതങ്ങളോട് സഹിഷ്ണുതയോടെ പെരുമാറുക, അവരെ സാഹോദര്യത്തിൻ്റെ പാതയിൽ അവരെ കൂടി ചേർത്ത് നിർത്തി സമാധാനത്തിൻ്റെയും അഹിംസയുടെയും പാതയിലൂടെ തൻ്റെ ജനതയെ നയിക്കുക എന്ന അദ്ദേഹത്തിൻ്റെ തത്വം, അത് ഈ ആഘോഷവേളയിലും നമുക്ക് കാണാൻ കഴിയും. എസ് കെ എൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പിൻഗാമി ആര് എന്നുള്ള ചർച്ചകൾ സജീവമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. നേരത്തെ പല കാലങ്ങളിൽ അദ്ദേഹം ഈ ചൈനയുമായുള്ള ചൈനീസ് അധിനിവേശവും ഈ സംഘർഷ സാഹചര്യവും തുടരുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം പിന്നീടായിരിക്കും പിൻഗാമിയെ തീരുമാനിക്കുക എന്നും പരമ്പരാഗത രീതി തുടരേണ്ടതുണ്ടോ എന്നുമുള്ള പ്രതികരണങ്ങൾ അദ്ദേഹം വളരെ നേരത്തെ നടത്തിയിരുന്നുവെങ്കിൽ 2011 ഈ ബുദ്ധമത യോഗത്തിൻ്റെ തീരുമാനമായി എടുത്ത കാര്യം അദ്ദേഹം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൂടെ സന്ദേശമായി പങ്കുവച്ചിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ച അത് ടിബറ്റൻ ബുദ്ധമത രീതി അനുസരിച്ച് തന്നെയായിരിക്കും തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കുക. തനിക്കൊരു പിൻഗാമി ഉണ്ടാകും, അതിൽ പുറമേ നിന്നും ആർക്കും ഇടപെടാൻ അവകാശമില്ല എന്ന ചൈനയ്ക്കുള്ള ശക്തമായ സന്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട് ആ ഒരു വീഡിയോ സന്ദേശത്തിൽ. അതിന് പിന്നാലെ തന്നെ ചൈന എന്നാൽ ഈ പിൻഗാമിക്ക് ചൈനീസ് സർക്കാരിൻ്റെ അംഗീകാരം ആവശ്യമാണ് എന്നുള്ള പ്രതികരണമാണ് നടത്തിയത്. എന്നാൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഇക്കാര്യത്തിൽ ദലൈലാമയുടെ തീരുമാനമായിരിക്കും അന്തിമമെന്നും ടിബറ്റൻ ബുദ്ധമത വിശ്വാസം അനുസരിച്ചായിരിക്കും പിൻഗാമിയെ തെരഞ്ഞെടുക്കുക എന്നും വ്യക്തമാക്കി. വിദേശകാര്യ മന്ത്രാലയവും ഇക്കാര്യം ആവർത്തിക്കുകയാണ്. അത്തരത്തിൽ ഈ വിഷയത്തിൽ ഇന്ത്യ ചൈന വാക്പോര് വീണ്ടും ഉടലെടുത്തിരിക്കുന്നു ഈ ഒരു അവസരത്തിൽ എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഈ ടിബറ്റൻ ബുദ്ധ മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കേന്ദ്രമായി കഴിഞ്ഞ 65 വർഷമായി പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഈ ധരംശാലയിലെ ഈ ഒരു ക്ഷേത്രം എന്നുള്ളത്. അവിടെ പല കാലങ്ങളായി പല ഘട്ടങ്ങളിൽ ചൈനയിൽ നിന്നും അവർക്ക് നേരിടേണ്ടി വന്ന ദുരിതങ്ങൾ അടക്കമുള്ളവ കൃത്യമായി തന്നെ ഈ ഒരു ആഘോഷവേളയിൽ പോലും പ്രതിഫലിക്കുന്നുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഈ ക്ഷേത്രത്തിന് മുൻവശം തന്നെ നമുക്ക് ഈ ബോർഡ് പഞ്ചൻ ലാമയുമായി ബന്ധപ്പെട്ട അക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു ബോർഡ് ഈ ക്ഷേത്രത്തിന് മുന്നിൽ തന്നെ കാണാൻ കഴിയും. ദലൈലാമ പഞ്ചൻ ലാമയെ തെരഞ്ഞെടുത്ത് പിന്നാലെ തന്നെ അദ്ദേഹം അപ്രത്യക്ഷനാവുകയായിരുന്നു. ചൈന അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുപോയി എന്നാണ് പുറത്ത് വന്ന റിപ്പോർട്ട്.
റിപ്പോർട്ടുകൾ. ഇക്കാര്യം എന്നാൽ ചൈന നിഷേധിക്കുകയായിരുന്നു. എന്തായാലും ഇതുവരെയും അദ്ദേഹത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇത്രത്തോളം വലിയ ഒരു തരത്തിൽ ഉള്ള പീഡനങ്ങൾ അല്ലെങ്കിൽ ദുരിതങ്ങൾ ചൈനയുടെ ഭാഗത്തു നിന്നും ടിബറ്റൻ ബുദ്ധമതം നേരിടുന്നുണ്ട്. തങ്ങളുടെ മതവിശ്വാസം, രാഷ്ട്രം, രാഷ്ട്രീയം എന്നിവയെല്ലാം തന്നെ ചൈനയുടെ അധിനിവേശമുണ്ടായ ഘട്ടത്തിലാണ് ആ ഒരു മതവിഭാഗത്തെ, ആ രാഷ്ട്രത്തെ നയിക്കാൻ ദലൈലാമ 14ാം ദലൈലാമ ചുമതലയേറ്റത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ആ ഒരു അത്രത്തോളം സംഘർഷം നിറഞ്ഞ ഒരു സാഹചര്യത്തിൽ പോലും സമാധാനത്തിൻ്റെ, സഹിഷ്ണുതയുടെ ഒപ്പം തന്നെ അഹിംസയുടെ പാതയിൽ തൻ്റെ ജനതയെ നയിച്ച ഒരു നേതാവാണ് ദലൈലാമ. 1989 അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾക്ക് ലോക സമാധാനത്തിന് തന്നെ നിലകൊണ്ട അദ്ദേഹത്തിന് നോബൽ സമ്മാനം, സമാധാനത്തിലുള്ള നോബൽ സമ്മാനം പ്രഖ്യാപിച്ചിരുന്നു. എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ പിറന്നാൾ ആഘോഷ നിറവിലാണ് ധരംശാല. എസ് കെ എൻ. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന ബൽറാം നെടുങ്ങാടിയാണ്.